ഒരു ക്വാർട്ടർ ബീഫ് റിബ് മന്തി പറഞ്ഞിട്ട് ആ മന്തിയിൽ റൈസിന്റെ ഒപ്പം കിട്ടിയ ബീഫ് റിബിന്റെ പീസ് ചിക്കൻ ലെഗ് പീസിന്റെ അത്രേ ഉള്ളൂ. തൊട്ടു നോക്കിയപ്പോൾ അതിൽ നിറച്ചും മസാല. മീറ്റിന്റെ പോർഷൻ ആണെങ്കിൽ വളരെ കുറവാണ് ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഒപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു ഫുൾ അൽഫാം മന്തിയിലെ ചിക്കൻ പീസ് ആണെങ്കിൽ ചന്നം പിന്നം കട്ട് ചെയ്ത് ഏതാ ഫുൾ പീസ് എന്ന് അറിയാൻ പറ്റാത്ത വിധത്തിലാക്കിയിരുന്നു. ഇത് നമ്മുടെ പാലാരിവട്ടത്തുള്ള സാത്തർ റെസ്റ്റോറൻ്റ് ആണ്. ഒരുപാട് തവണ സാത്തറിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പലതവണ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. കുറേ നാളുകളായിട്ട് സാത്തറിലെ ക്വാണ്ടിറ്റി കുറവാന്ന് പൊതുവേ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ബർത്ത്ഡേ ട്രീറ്റിന്റെ ഭാഗമായിട്ടാണ് ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ പോയത്. ഫുൾ ചിക്കൻ മന്തിയും ക്വാർട്ടർ ബീഫ് റിബ് മന്തിയും കൂടാതെ ഞങ്ങൾ വെജ് കടായിയും ഗാർലിക് ബട്ടർ നാനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വെജ് കടായിയുടെ ക്വാണ്ടിറ്റി നല്ലത് തന്നെയായിരുന്നു. ഗാർലിക് ബട്ടർ നാനും വെജ് കടായിയും മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവരുടെ ആ റൈസിൻ്റെ ക്വാളിറ്റിയും ആ ഒരു ടേസ്റ്റുമാണ്. റൈസിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അവരുടെ ആ ഒരു മയണൈസും ചട്നിയും കൂടി മിക്സ് ചെയ്ത് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബീഫിൻ്റെ പീസിൽ മീറ്റിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ചിക്കൻ മന്തിയിൽ ചിക്കൻ്റെ ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ട് തോന്നി. ബീഫ് റിബ് മന്തിയിലെ മീറ്റ് 250 ഗ്രാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം എടുത്തപ്പോഴത്തേക്കും തീർന്നുപോയി. പിന്നെ വെച്ച് കടായി വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. 300 രൂപയാണ് ആ ക്വാർട്ടർ ബീഫ് റിബ് മന്തിക്ക് അവരെ ചാർജ് ചെയ്യുന്നത്.